അല്ല കൂട്ടുകാരെ, ഒരു ഈവനിങ് സ്നാക്ക് വെജിറ്റബിൾ റോൾ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു സവാള, ഒരു തക്കാളി, പകുതി കാപ്സിക്കം, 2 പച്ചമുളക്, കരിവേപ്പില എല്ലാം പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് അരിഞ്ഞു വെച്ച സവാള ആദ്യം ഇട്ടൊന്ന് വഴറ്റാം. പാകത്തിന് ഉപ്പ് ഇടണം. പിന്നെ ഓരോന്നായിട്ട് എല്ലാ പച്ചക്കറി അരിഞ്ഞതും ഇടാം. ഇഷ്ടമുള്ളതൊക്കെ ഇടാം. ഞാനിപ്പോൾ കാരറ്റ്, തക്കാളി, കാപ്സിക്കം, ഒരു പച്ചമുളക്, ഇത്തിരി കരിവേപ്പില, ഉപ്പ് പാകത്തിന്, കുരുമുളക് പൊടി, ഇത്ര സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം അങ്ങനെ നേരിയ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കണം. വെന്ത് കിട്ടിയാൽ മതി. അത് മാറ്റി വെക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഇതിന് ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ മൈദാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. മൈദാപ്പൊടി, ഒരു മുട്ട, പാകത്തിന് ഉപ്പ് ഇട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം. വെള്ളം പാകത്തിന് ഒഴിക്കണം. ഇത് ദോശ പരുവായിട്ട് എടുക്കണം. കോൺഫ്ലവർ പൊടിയോ ഗോതമ്പ് പൊടിയോ വേണമെങ്കിൽ കുറേശ്ശെ ചേർക്കാം. അപ്പം ഇതൊരു ദോശ പരുവായിട്ട് കിട്ടും. ഇതുകൊണ്ട് ഒരു 10 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ കിട്ടും. നോൺ സ്റ്റിക്ക് പാനിൽ ദോശക്കല്ല, അല്ലെ അപ്പച്ചട്ടി ആയാലും മതി. അപ്പച്ചട്ടിയിലേക്ക് 2 സ്പൂൺ, വലിയ തവിയാണെങ്കിൽ 1 സ്പൂൺ ഒരു തവി ഒഴിച്ചാൽ മതി. ഇട്ട് അപ്പം ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കണം. കനം കുറച്ച് നേരിയ തീയിലിട്ട് തിരിച്ചും മറിച്ചിട്ടെടുക്കാം. 1 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. അങ്ങനെ ഇത് ഒരു 8-10 എണ്ണം ഉണ്ടാക്കി എടുക്കണം. അത് കഴിഞ്ഞ് ഓരോന്നായിട്ട് പ്ലേറ്റിൽ വെച്ചിട്ട് ഇതിലേക്ക് ആദ്യം ഉണ്ടാക്കിയ കറിക്കൂട്ടുണ്ടല്ലോ, കറി മിക്സ്, ഓക്കെ, ആ കറി മിക്സ് ഓരോ സ്പൂൺ ഇതിലേക്ക് വെച്ചിട്ട് മടക്കി എടുക്കണം. ഇത് റോൾ പരുവത്തിലായിട്ട് മടക്കി എടുക്കാം. ഇത് തുറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു മൈദയുടെ ഒരു മിക്സ് ഉണ്ട്. ആ മിക്സും കൂടെ അതിലേക്കൊന്ന് പേസ്റ്റ് പോലെ വെച്ചാൽ മതി. പേസ്റ്റ് പോലെ വെച്ച് ഓരോന്നോരോന്നായിട്ട് ചുരുട്ടി എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ റെഡിയാക്കി കഴിയുമ്പോഴത്തേക്കും അടുപ്പത്ത് വെച്ച് നോൺ സ്റ്റിക്ക് പാനിൽ വറുത്ത് കോരിയെടുക്കാം. ഇത് എല്ലാം ഫുൾ അകത്തിരിക്കുന്നതും പുറമേതും വെന്തതായതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാനിൽ വെറുതെ നോൺ സ്റ്റിക്ക് എണ്ണ പറ്റാതെ എടുക്കാം, എണ്ണ ഒഴിച്ചും എടുക്കാം. അധികം ഫ്രൈ ആക്കണ്ട, ഒരു പകുതി ബോയിൽഡ് പോലെ ആക്കി എടുത്താൽ മതി. ഒരു നേരിയ ബ്രൗൺ കളറിൽ ആകുമ്പോഴത്തേക്കും കോരിയെടുക്കാം. നോൺ സ്റ്റിക്ക് പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ ഇത് ഓരോന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇത് 2-3 മിനിറ്റ് കൊണ്ട് ഇത് തിരിച്ചും മറിച്ചിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇത് സോസൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും. ഇതിപ്പോൾ വെജ് റോളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ.